ഓടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ ഇപ്പൊ ഇന്റർ എടുക്കാൻ നിന്നാ ഇങ്ങനെയാ ചെയ്തേട്ടോ. ഞാൻ പറയും ഞാൻ നല്ല അടിപൊളി പാട്ട് കണ്ടെത്തിക്കണം, ഞാൻ ഫസ്റ്റ് പാട്ട് പാടും. അപ്പൊ ഞാൻ പാട്ട് പാടാൻ തുടങ്ങുന്ന സമയത്ത് ഞാനിത് അവിടുന്ന് പാടും കേട്ടോ. അപ്പൊ ഞാൻ പപ്പ പാടണ്ടേ, ഞാനിത് പാടണ്ടേ? ഓക്കെ ആണേ, സെറ്റാണേ. ഓടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കുടപ്പുഴയാകെ അലഞ്ഞോലാണ്ടി, ആത്മാർത്ഥമായി ഞാൻ സ്നേഹിച്ച കാരണം എന്നെ പിരിഞ്ഞു നീ പോയില്ലേടി. ഇന്നു നിന്റെ വീട്ടില് കല്യാണാലങ്കാരം, ഇന്നെന്റെ വീട്ടില് കണ്ണീരാണ്ടി. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. നമ്മുടെ ചാനലിലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഗൈസ്, നമ്മൾ കൊറേ ആയിട്ടാ നമ്മള് സൈലന്റ് ബോയ് അപ്പൊ ഗൈസ് നമ്മളില്ലേ പാപ്പ പറയട്ടെ. ഓക്കെ ഓക്കെ, അത് കഴിഞ്ഞ് അപ്പൊ ഗൈസ് നമ്മുടെ ചാനലിൽ നമ്മൾ കൊറേ ആയിട്ടാ കുക്കിംഗ് വീഡിയോ ചെയ്തിട്ട്. അപ്പൊ ഞങ്ങൾ ഇന്ന് വിചാരിച്ചു അടിപൊളി ഒരു കുക്കിംഗ് വീഡിയോ അങ്ങോട്ട് ചെയ്യാന്ന്. അപ്പൊ സഖിയെ നമ്മൾ ഇന്ന് എന്ത് വീഡിയോ ചെയ്യുന്നേ? അതാ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന സാധനത്തിന്റെ എന്താ പറയുക, റെസിപ്പി കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. പക്ഷെ ഞങ്ങൾ ഇന്ന് ഈ സാധനം ഉണ്ടാക്കിയ അടങ്ങുള്ളൂ. അപ്പൊ എന്താ ഉണ്ടാക്കുന്നുള്ള നമ്മൾ അതായത് ഞാൻ പണി കഴിഞ്ഞ് എന്താ പറയാ കാണിക്കല്ലേ പറ. അതായത് ഗൈസ്, ഞാൻ പണിയും കഴിഞ്ഞ് വരുന്ന സമയത്ത് എന്റെ കൂടെ അച്ഛന്റെ അനിയൻ സത്യാന്റെ കൂടെ ഉണ്ടായിരുന്നെ. അപ്പൊ വരുന്ന സമയത്ത് ഞങ്ങള് പിന്നെ ടൗണില്, നമ്മളെ ഇവിടെ അടുത്ത് തന്നെ ടൗണിൽ നിന്ന് തിരിച്ചു വരുന്ന ഭാഗത്ത് നമുക്കിവിടെ മീൻ നല്ല ഫ്രഷ്, അതായത് കറക്റ്റ് ഇന്ന് പിടിച്ചിട്ടുള്ള മീൻ, അതായത് വൈകുന്നേരം 3 മണിക്ക് പിടിച്ചിട്ടുള്ള മീന് നമുക്ക് കറക്റ്റ് ഇന്ന് 3 മണിക്ക് പിടിച്ചിട്ടുള്ള സാധനം നമുക്ക് ഫ്രഷ് ആയിട്ട് ചോമ്പാൽ ഹാർബർ എന്നുള്ള മീന് നമുക്ക് കിട്ടൂട്ടാ. അങ്ങനത്തെ സാധനം ഉണ്ടാവും നമുക്ക് ഇവിടെ. ഏയ് മിണ്ടല്ലേ, നീ മിണ്ടുന്നോ? അപ്പൊ ആ മീന് കിട്ടൂട്ടാ നമുക്ക് ഇവിടെ നമ്മുടെ നാട്ടില്. അങ്ങനെ ഞങ്ങൾ വരുന്ന സമയത്ത് നല്ല അടിപൊളി എന്താ പറയാ പെടക്കുന്ന പോലുള്ള കൊഞ്ചനെ കണ്ടപ്പോ സത്യമായിട്ട് പറഞ്ഞു നമുക്കിത് വാങ്ങിയിട്ട് പച്ച ഈർക്കില് കുത്തിയിട്ട് നമുക്കിന്ന് വറുത്താലോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു കൊഞ്ചന്റെ കണ്ണിലാണോ കുത്തുന്നത്? അല്ല, കൊഞ്ചന്റെ കണ്ണിലല്ല, കൊഞ്ചൻ ഇങ്ങനെ തൊലിയൊക്കെ പൊളിച്ച് അതിന്റെ നടുവിൽ ഇങ്ങനെ പച്ച ഈർക്കിൽ കുത്തിയിട്ട് നമുക്ക് വറുത്താലോ എന്ന് ചോദിച്ചു. അപ്പൊ അങ്ങനെ അതും പറഞ്ഞ് ഞങ്ങള് കൊഞ്ചനും വാങ്ങി നേരെ ഇവിടെ വീട്ടിൽ വന്നിട്ടാ. പക്ഷെ വീട്ടിൽ വന്നപ്പോഴാണ് ഐഡിയ മൊത്തം എന്താക്കി, ട്വിസ്റ്റായി. എന്താക്കി നമ്മള് ഫ്രൈ ചെയ്യുന്നല്ലേ, ഇപ്പൊ വറുത്തിട്ട് ഫ്രൈ ചെയ്യുന്നല്ലേ? മസാലയാണ് അല്ലടി. അതായത് ഗൈസ്, നമ്മളില്ലേ ആദ്യം വറക്കാന്നാണ് വിചാരിച്ചേ. അപ്പൊ പിന്നെ നമ്മൾ എന്താക്കി, അത് വറുത്തിട്ട് വറുത്തിട്ട് ഫ്രൈ ആക്കാന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന കണ്ടന്റ് എന്ന് വെച്ചാല് നമ്മളിന്ന് കൊഞ്ചന നമ്മൾ ഈർക്കില് കുത്തിയിട്ട് വറുത്തിട്ട് നമ്മൾ ഫ്രൈ ആക്കാൻ പോകുന്നു. കൊഞ്ചൻ ഗ്രില്ല് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ഫൗൾ. അപ്പൊ നോക്കണ്ട, സാരമില്ല, ഇങ്ങനെയൊക്കെ വേണം അല്ലേ? ഇത് ഞാൻ പറഞ്ഞില്ല, കൊഞ്ചം വറുത്ത ഫ്രൈ. അത് ചലഞ്ചിങ് വീഡിയോ കണ്ടിട്ട് കാണുന്ന കേട്ടാ. കൊഞ്ചം വറുത്ത് ഫ്രൈ ആക്കുന്ന സമയത്ത് അച്ഛനും അമ്മയും ഇവിടെ നിന്ന് TV കാണുന്ന കേട്ടാ, സീരിയൽ കാണുന്ന ഭയങ്കര സീരിയൽ കേട്ടാ. എടാ നിന്റെ ബുദ്ധി പോവും, അതിന് നിനക്ക് എവിടെയാ ബുദ്ധി ഉള്ളല്ലേ? പ്രിയ പത്നി ഇവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയും അതേപോലെ തന്നെ പച്ചമുളക് കണ്ടിട്ടൊന്നും വിചാരിക്കണ്ടേ, ഞാൻ തുടച്ചെല്ലാം വൃത്തിയാക്കിട്ട് ഭയങ്കര വൃത്തിയുള്ള ആളാ. പിന്നെ ടൊമാറ്റോ ഇല്ല. എന്തിടുവാ? പപ്പ ഒരു കാര്യം ചോദിക്കട്ടെ, പപ്പ ഇങ്ങനെ എങ്ങനെയാ മുട്ട ആംപ്ലേറ്റ് ഉണ്ടാക്കുക? ജാനസിന് എല്ലാവർക്കും വേണ്ടിട്ട് മുട്ട ആംപ്ലേറ്റ് റെസിപ്പി പറഞ്ഞു, അടിപൊളി ടേസ്റ്റുള്ള മുട്ട ആംപ്ലേറ്റിന്റെ റെസിപ്പി പറഞ്ഞു കൊടുക്കണം കേട്ടാ. എങ്ങനെയാ മുട്ട ആംപ്ലേറ്റ് ഉണ്ടാക്കാം? അതേ വെളിച്ചെണ്ണ
ആ എങ്ങനെ ഇളക്കുമ്പോ ഒരു സൗണ്ട് ഉണ്ടാവൂല, എങ്ങനെ ഉണ്ടാവാ? ഒന്നും കാണിച്ചേ. അല്ല അതിന്റെ ആ മുട്ട പൊട്ടിച്ചതിന്റെ ഉള്ളിൽ എന്തൊക്കെ ഇടണം? ഉള്ളി, സവാള, പിന്നെ സവാളയും തക്കാളി ഇടുക. തക്കാളി ഉപ്പ് ഇടുക. എന്നിട്ട് ഇളക്കുക. നമ്മള് ചട്ടി എടുത്തിട്ട് അത് തുടങ്ങി ഒഴിക്കുക. എന്നിട്ട് നമ്മളില്ല അല്ല, ഇത് ഒഴിക്കുമ്പോ ഒരു സൗണ്ട് ഉണ്ടാവില്ല, അതെങ്ങനെയാ? എന്നിട്ടില്ലേ നമ്മളിങ്ങനെ ഇളക്കും. അല്ല, എന്നിട്ട് ഒരു സാധനം എടുക്കുക. ചോറെടുക്കുക. എന്നിട്ട് ഹാൻഡ് ഇടുക ചോറില്. എന്നിട്ട് തിന്നുക. എന്നിട്ട് എങ്ങനെ തിന്നുക? അല്ലെ തിന്നുമ്പോ ഒരു സൗണ്ട് ഉണ്ടാവല്ലോ, അങ്ങനെയാ? അപ്പോൾ നമ്മൾ ഇതിന്റെ പരിപാടിയിലേക്ക് പോവുകയാണ്. എന്തിന്റെ പരിപാടിയിലേക്ക്? ഏത് പരിപാടിയിലേക്ക്? എന്തെങ്കിലും ഒരാൾക്ക് ഒരു കാര്യം പറഞ്ഞു കൊടുക്കുമ്പോ അത് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കണം. അല്ലാണ്ട് അപ്പൊ നമ്മൾ ഇങ്ങനെ പോവാണ് എന്ന് പറയുന്നത് അല്ല ശരി. മനസ്സിലായോ? കൊഞ്ചൻ വറക്കാൻ പോവാണ്. അപ്പൊ കൊഞ്ചൻ വറക്കാൻ പോവല്ല, കൊഞ്ചല്ലേ നമ്മൾ ഈള് കുത്താൻ പോവാണ്. അത് ഈള് കുത്തുന്നത് വറക്കാനാണ്. യൂനോ അല്ല. അപ്പൊ സത്യേടം പറഞ്ഞത് ഇതിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കുത്തി കയറ്റി ഈ വാലിന്റെ ഉള്ളിൽ കൂടെ കുത്തി തലേന്റെ ഉള്ളിൽ കൂടെ പുറത്ത് വന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ഇടുക. അന്നേരം നമ്മൾ ഈ കൊഞ്ചം വറക്കുമ്പോ ഇങ്ങനെ എന്താ ചുരുണ്ട് പോകും. ആ ചുരുണ്ട് പോകാണ്ടിരിക്കാനാണ്, സ്ട്രെയിറ്റ് ആയി നിൽക്കാനാണ് ഈ നമ്മൾ ഈർക്കില് കുത്തുന്നത്. ഓക്കെ, ഞാൻ പൊട്ടിത്തെറിക്ക. അപ്പൊ ഇങ്ങനെ കുത്തിക്കയറ്റി ഞാൻ വെച്ചിട്ടുണ്ട് ഓൾറെഡി. സ്റ്റഡി ആയിട്ട് നിൽക്കുന്നത് കാണിച്ചേ. അറ്റൻഷൻ. അപ്പൊ കൊഞ്ചൻ അറ്റൻഷൻ ആയി കിടക്കുന്നുണ്ടോ? പക്ഷെ ഇതെല്ലാം വളഞ്ഞു തന്നെയാണ് ഇരിക്കുന്നത്. ഇതുപോലെ കൊഞ്ചൻ അറ്റൻഷൻ ആയിട്ട് കിടക്കോട്ടാ. എന്നിട്ട് ഈ ബാക്കി ഇടുന്ന ഈർക്കില് നമുക്ക് ഒടിച്ചു കളയാം. എന്നിട്ട് നമുക്ക് അതിനെ നേരെ എന്ത് ചെയ്യാം, ഇങ്ങനെ വറുത്തെടുക്കട്ടെ. എണ്ണയിലിട്ടിട്ട് ഇങ്ങനെ വറുത്തെടുക്കാം. വറുത്തെടുത്തതിന് ശേഷം കേട്ടോ നമ്മളിതാ ഈ കാണുന്ന മസാലക്കൂട്ട്, ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ പച്ചമുളക്, ഉള്ളി, തക്കാളി. തക്കാളി ഇംഗ്ലീഷ് എന്താ പോലെ? ടൊമാറ്റോ. വെരി ഗുഡ്. അപ്പൊ ദാനിസ് ടൊമാറ്റോ പഠിച്ചു. ദാനിസ് ഒരു കൊഞ്ചൻ ഫ്രീ. അപ്പൊ ഈ മസാല മുളകിന് ഇംഗ്ലീഷ് പറഞ്ഞാല് വെരി വെരി ഗുഡ്. ഒനിയൻ എന്താ? ഒനിയൻ തക്കാളിയാണോ? നിന്റെ 2 കൊഞ്ചനും പോയി, തോറ്റുപോയി. അപ്പൊ ഞാൻ ചലഞ്ച് തോറ്റു കേട്ടാ. അപ്പൊ കൈസ് ഇനിയിപ്പോ കൊഞ്ചം വറുത്തതിന് ശേഷം കേട്ടോ ഈ കൊഞ്ചം നമുക്ക് ഇതേപോലെ ഇങ്ങനെ മൊരിച്ചെടുക്കണം. നല്ല രീതിയിൽ ഇങ്ങനെ വറുത്തെടുക്കണം കേട്ടോ. വറുത്തെടുത്തിട്ട് നമ്മൾ ഇത് ഒരു മസാലയാക്കും. എന്നിട്ട് ആ മസാലയിലേക്കാണ് നമ്മൾ ആ കൊഞ്ചൻ ഇങ്ങോട്ടേക്ക് ചാടിക്കുന്നത് കേട്ടാ. പണ്ട് നമ്മൾ പഴഞ്ചൊല്ലെടുക്കില്ലേ, കൊഞ്ചൻ തുള്ളിയ മുട്ടോളന്ന്, അതുപോലെ ആ ചട്ടിന്ന് കൊഞ്ചനെ തുള്ളിച്ചിട്ട് നമ്മൾ നേരെ ഈ ഒരു മസാലയിലേക്ക് നമ്മൾ തുള്ളിക്കാൻ പോട്ടാ. അതേ നോക്കാം. അപ്പേ മോനെ അപ്പുറത്തും ഇപ്പുറത്തും വെള്ളം. പിന്നെ ജിത്തുവിന് കൊഞ്ചം കൂട്ടാൻ പറ്റില്ല. കൊഞ്ചം കൂട്ടി കഴിഞ്ഞാൽ അന്നേരം ഛർദിയല്ല, വയറ് തന്നെ വരും കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടാക്കുന്ന ഫുള്ള് കൊഞ്ചനടിക്കാം. അതായത് നമുക്ക് രണ്ടാക്കുന്ന കൊഞ്ചനടിക്കടാ മൊത്തം. സെറ്റ്. ഓ സത്യം കൊടുക്കണല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ ഇത് ഇവിടെ നിന്നിട്ട് റെഡി ആവട്ടെ. അപ്പത്തേക്ക് നമുക്ക് അടുത്ത ഗ്യാസ് കത്തിക്കാം. നമുക്ക് സ്പാന് വെച്ചിട്ട് സ്പാനറല്ല പിന്നെ പാൻ, ഫ്രൈ പാൻ. എന്നാ പറഞ്ഞേ? ആദ്യം നമ്മള് അതല്ല കഴിക്കണം. സവാള എല്ലാം ഇട്ടിട്ട് ഉള്ളി ഇട്ടിട്ട് വേഗം വേഗം സമയം പോയി. സമയം 8 മണിയായി. ഉണ്ടാക്കിട്ട് വേണം കേട്ടോ നമുക്ക് ചോറുന്നാനായിട്ട്. മസാല കൊണ്ടുപോയിക്കോട്ടെ. ആദ്യം പാൻ ചൂടാകുന്നു. ഞാൻ ഏതോ ഒരു വീഡിയോയിൽ കണ്ടാണ് എളുപ്പപ്പണിക്ക് വേണ്ടിട്ട് ഇങ്ങനെ കമത്തി വെച്ചു. ഇപ്പോൾ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കോക്കനട്ട് ഓയിൽ അല്ല നിർമ്മാണ? അല്ല, വെളിച്ചെണ്ണ. അതാണ് കോക്കനട്ട് ഓയിൽ. സവാള ഗിരിഗിരി അതിനകത്തേക്കിട. അത് ലൈറ്റ് ആരാ ഓഫാക്കി? സവാള ഗിരിഗിരി ഇട്ടു. സവാള ഗിരിഗിരി ഇട്ടു. അപ്പോൾ നമുക്ക് കുറച്ച് സാൾട്ട് ഇടാം. ഇതില് സ്പൂണൊക്കെ ഉണ്ടാവുന്നുണ്ട്, ഇപ്പൊ കാണില്ല. ഇങ്ങനെ കണ്ടിടൂലേ? ഇവിടെ മൊത്തം പോയി.
ഒരു ഉപ്പിട്ടന്റെ പോലെ കഴിച്ചത് കേട്ടാ. ആ ഇങ്ങനെ അങ്ങ് ആക്കിയാൽ മതി. ഇങ്ങനെ ഇത്രയുള്ള പരിപാടി ഇങ്ങനെ ഒന്നും ആക്കണ്ടേല്ലോ. ഇത്രയുള്ളൂ. ഇനിയിപ്പൊ അങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് മൊത്തം ഉപ്പായിരുന്നു കേട്ടാ. കൂടിയോന്നറിയില്ല അങ്ങനെ ഇട്ടിട്ട്. അങ്ങനെ ഇട്ടിട്ട് മൊത്തം ഉപ്പാന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു. നമ്മള് ഒരാൾക്ക് പ്രത്യേകിച്ച് ഉണ്ടാക്കി കൊടുക്കുമ്പോ അത് പാളിപ്പോന്നല്ല, നിനക്ക് ഉണ്ടാക്കാൻ അറിയില്ലാത്തോണ്ടാ അങ്ങനെ ഉണ്ടായില്ല. അതായത് നമ്മള് വീഡിയോ എടുക്കുന്നതും ഞാൻ ഉപയോഗിക്കുന്ന ഫോണ് ഒന്ന് കഴിഞ്ഞാട്ടോ. അപ്പൊ പെട്ടെന്ന് ഒരു കോള് വന്നോണ്ട് എന്റെ ഭാര്യ, അതായത് എന്റെ സഖി എന്നെ ചതിച്ചു ഗൈസ്, ചതിച്ചു. അവൾ എന്ത് ചെയ്തു, ഞാൻ എന്നോട് പറയാതെ ടൊമാറ്റോ നമ്മുടെ ഇതിലേക്ക് മസാലയിലേക്ക് ചാടിച്ചു കളഞ്ഞു. എന്താ അവള് ടൊമാറ്റോ ഇട്ട് കേട്ടാ. നമ്മൾ ടൊമാറ്റോ ഇടുന്ന വീഡിയോ എടുത്തിട്ടില്ല. എന്തുകൊണ്ട് പറയൂ? ഫോൺ കൊണ്ട് വേറെ വഴിക്ക് പോയതുണ്ട്. അപ്പൊ ഗൈസ് നമ്മള് മസാലയിലേക്ക് ടൊമാറ്റോ കൂടി ഇട്ടിട്ടുണ്ട്. അപ്പൊ ഉള്ളി, തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഉള്ള ഫ്രൈ ആണ് ഇവിടെ ഇപ്പൊ ഉണ്ടാക്കുന്നത്. ഇനിയിപ്പോ ഇതിലേക്ക് മസാല ഇടണം. മസാല ഇടുന്ന തന്നെ ഒന്ന് വാടണം, നല്ല രീതിയിൽ ഒന്ന് വാടണം കേട്ടാ. ഇത്തിരി എണ്ണ ഒഴിക്കുന്നത് നല്ലതായിരിക്കുമോ? ഉചിതമായിരിക്കും എനിക്ക് തോന്നി. എണ്ണ കുറച്ച് കുറവുള്ള പോലെ തോന്നി. പുറത്തുണ്ടാക്കി നിങ്ങൾക്ക് എന്തേ പുറത്തുനിന്ന് ഞാൻ എണ്ണ, ഇതിനകത്ത് അധികം എണ്ണ വേണ്ട, ഇതാവും. അപ്പൊ എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. മസാല ഇട്ട് ചിക്കൻ മസാല, മുളക് പൊടി കുറച്ചിട്ടുള്ളൂ, കാരണം പച്ചമുളക് നല്ല എരിവുണ്ട്. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി. ഇത് ഇരിക്കട്ടെ. അല്ല നമ്മള് കുത്തിയ കോൽ തിരിച്ചു വലിക്കുന്നുണ്ടോ? ഇതാണ് കേട്ടോ ഗൈസ്, നമ്മള് കുത്തിയ കോൽ തിരിച്ചു വലിക്കാൻ പോവാണ്. നേരത്തെ ഇങ്ങ് പോന്നായിരുന്നല്ലോ. എന്താ സത്യം പറഞ്ഞു? കോല് വരുന്നില്ല ഗൈസ്. നമ്മൾ അവസാനം ഈർക്കില് നിന്നിന്റെ ഗതികേട്ടിലേക്ക് പോകുന്ന. ഇപ്പൊ നമുക്ക് പൊടികളെ ഇങ്ങോട്ടേക്ക് ഇട്ട് മൂപ്പിക്കാം. മൊത്തം ഒന്നായിട്ടിടുന്ന. അപ്പൊ ഇതൊന്ന് സെറ്റ് ആവാൻ ഒരു ഇത്തിരി വെള്ളം ഒഴിച്ചെടുക്കാം. ഇച്ചിരി മതി കേട്ടോ, കുഴപ്പമുണ്ടായിപ്പല്ലേ അല്ലേ? ജ്യൂസി ആയി. ജ്യൂസി ടൈപ്പ് അല്ലേ വേണ്ടേ? ചെറിയ ജ്യൂസി, അധികം ജ്യൂസി വേണ്ട. ഇത്രയും പോലെ ജ്യൂസി. ജ്യൂസി അല്ല, സ്പൈസി. ഓക്കെ. അപ്പൊ ഇതിലേക്ക് നമ്മളെ വേണ്ട, അത് മതി ഗൈസ്. ഇപ്പം വെള്ളം ഒഴിച്ച് അവസാനം കൊഞ്ചം കറിയാവുമെന്ന് എനിക്ക് തോന്നട്ടാ. ഗൈസ് നമ്മളെ മസാലയിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. നമുക്ക് പണീന്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഫോണ് വരുന്നോണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. കാരണം ഇതിപ്പോ എന്താ പറയാ, അടുപ്പത്തിലല്ലേ ഉള്ളേ. അപ്പൊ ആ വെള്ളം ഒഴിക്കേണ്ട സമയത്ത് വെള്ളം ഒഴിച്ചിട്ടില്ലെങ്കിൽ കരിഞ്ഞു പോകും. അപ്പൊ അവള് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു, ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ടൈപ്പ് ആട്ടോ നമുക്ക് വേണ്ട. ഇതില് ഒന്നിങ്ങനെ പോരെ ചിത്തു, കുറച്ചുകൂടി ഒന്ന് ടൈറ്റ് ആവണം കേട്ടാ. വെള്ളം ഒന്ന് പറ്റിയിട്ട് എങ്ങനെ ഉപ്പുണ്ടാ നോക്ക്. രസമുണ്ടോ? ടേസ്റ്റ് ആയോ? നല്ല എരിവായിപ്പോയി. എന്തിന്റെ എരിവെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നല്ല എരിവുണ്ട്. കുരുമുളക് ഇടണ്ട, എരിവുണ്ടെങ്കിൽ ഇച്ചിരി കുരുമുളകിന്റെ ഫ്ലേവർ വേണം. വളരെ കുറച്ചിട്ടാ മതി. ഞാൻ എരിവ് ധ്യാനൂസിനൊക്കെ കൊടുക്കുന്ന സമയത്ത് പ്രശ്നമായിരിക്കും. ഞാൻ ഒന്ന് പച്ചമുളകിന് നല്ല എരിവുള്ള പച്ചമുളകാണ് ഡീഫോൾട്ട്. തന്നെ പറ്റും. കുരുമുളകിന്റെ സ്മെല്ല് സൂപ്പർ ആയിട്ടാ. ടേസ്റ്റ് ചെയ്ത് നോക്കാം. നിങ്ങളുടെ ടേസ്റ്റ് ഞാൻ ലാസ്റ്റ് ചെയ്യുന്നുള്ളൂ, ഇപ്പൊ ചെയ്യുന്നില്ല. രണ്ട് കൊഞ്ചനെടുത്തിട്ട് കുറച്ച് കൊഞ്ചനെടുത്തിട്ട് ഒന്ന് അടക്കി വെക്കാം അല്ലെ? ആ മസാലക്ക് സ്മെല്ല് കിട്ടാൻ വേണ്ടില്ലേ? മസാലക്ക് കൊഞ്ചന്റെ ഒരു സ്മെല്ല് കിട്ടാനായിട്ട് നമ്മൾ കുറച്ച് കൊഞ്ചൻ ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ മസാല ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഇതിപ്പോ കൊഞ്ചൻ മസാലയല്ല, നിങ്ങൾ ചിക്കൻ മസാലയോ മീൻ മസാലയോ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ മസാല ഉണ്ടാക്കിയിട്ട് അതിൽ മീൻ ഇടരുത്, അല്ലെങ്കിൽ ചിക്കൻ ഇടരുത്. നമ്മൾ മസാല ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ 2 or 3 കൊഞ്ചനോ ആണെങ്കിൽ കൊഞ്ചന്, ചിക്കൻ ആണെങ്കിൽ ചിക്കൻ പൊരിച്ച് വെച്ചിട്ടുള്ള സാധനം അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നാൽ ഈ ഒരു മസാലക്കും കൂടി അതിന്റെ ഒരു ടേസ്റ്റും കൂടി വരും. ധ്യാനക്കുട്ടാ സംഭവം സെറ്റ്. അപ്പൊ ഗൈസ് നമ്മൾ കുറച്ച് എന്താ പറയാ മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് വട്ടം നാരങ്ങയും അതുപോലെ തന്നെ വട്ടം ഉള്ളിയും മുറിക്കണ്ടേ, ഡിസൈൻ ചെയ്യാ അല്ലേ? ഇതപ്പം മൂടി വെക്കട്ടെ, അല്ലെങ്കിൽ മണം പോയിപ്പോ. അതാണ് മൂടി വെച്ചിട്ടുണ്ട്. ധ്യാനക്കുട്ടാ, വാട്ട് ഹാപ്പൻ ബേബി?
ധ്യാനക്കുട്ടൻ എന്തോ പറ്റിയിട്ടാ, ധ്യാനക്കുട്ടനെ ഇവിടുന്ന് എന്തോ പറ്റിയിട്ട് അകത്ത് പിണങ്ങി കിടക്കുക. എന്നാ പറ്റിയ മോനെ? ധ്യാനു എന്താ പറ്റിയ പറയൂല. അപ്പൊ കേസ് നമ്മളെ കൊഞ്ചം ഈള് കുത്തി പൊരിച്ച് വറുത്ത കൊഞ്ചം ഫ്രൈ ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടാ. ഡെക്കറൊക്കെ ചെയ്ത് ഫുള്ള് സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടാ. പ്രൊപ്പറേറ്റർ മനോഹരൻ, ഞങ്ങൾ കഴിക്കട്ടെ? കഴിച്ചോ? അപ്പൊ ഞങ്ങൾ കഴിക്കട്ടെ. ടേസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് പറയട്ടാ.